ചപ്പാത്തി അട ഉണ്ടാക്കുന്നതാണ് ഇന്നിവിടെ കാണിക്കുന്നത്. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടാനുസരണം ഗോതമ്പ് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ തേങ്ങയും പഞ്ചസാരയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒത്തിരി വെള്ളമായിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കരുത്. വളരെ കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തിളച്ച വെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴച്ചെടുത്ത പാടെ തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിക്ക് പരത്തുന്ന അതേ പരുവത്തിൽ തന്നെ പരത്തിയെടുക്കണം. വേറെ പ്രത്യേകിച്ച് ഇതിൽ മാറ്റമൊന്നുമില്ല. ചപ്പാത്തിക്ക് പരത്തുന്ന അതേപോലെ തന്നെയാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അത് പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചപ്പാത്തിയും ഞാനിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് എല്ലാം വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയും പഞ്ചസാരയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ പകരം ശർക്കരയും വെച്ച് കൊടുക്കാം. ശർക്കര പൊടിച്ചിട്ട് അത് ചേർത്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അവൽ വേണമെങ്കിൽ അവൽ വെച്ച് കൊടുക്കാം. കാഷ്നട്ട് വറുത്തതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ സൈഡിൽ നിന്നെല്ലാം ഓപ്പണായിട്ട് എല്ലാം വെളിയിൽ പോവും. അതുകൊണ്ട് നല്ലപോലെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇനമാണിത്. കാലത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പാടായിരിക്കും. അതുകൊണ്ട് തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാലത്ത് എടുത്ത് ചൂടാക്കിയാൽ മതി. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ദോശ തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇത് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഓയിലാക്കി കൊടുക്കരുത്. ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുത്ത് മറിച്ചിട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ മുകളിൽ ഓയിലൊന്ന് തടവി കൊടുക്കാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലാണ്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡ് ഇതേപോലെ ചെയ്ത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചപ്പാത്തി ചുട്ടെടുക്കുന്ന അതേ പരുവത്തിൽ തന്നെ ചുട്ടെടുക്കാം. അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലപോലെ പൊള്ളച്ച് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. ഇതിൻ്റെ അരുവെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് താഴ്ത്തി കൊടുക്കണം. എങ്കിലേ ഇതിൻ്റെ അരുവെല്ലാം ഒന്ന് വെന്ത് കിട്ടുള്ളൂ. ഇതിങ്ങനെ പൊള്ളച്ച് വരുന്നത് കൊണ്ട് സെൻറ്ററെല്ലാം നല്ലപോലെ വെന്ത് വരും. സൈഡ് ഇച്ചിരി ഇങ്ങനെ പച്ചയ്ക്ക് കിടക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയായി കിട്ടും. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു അട തന്നെയാണിത്. എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണിത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വെച്ചാലും നല്ല തന്നെയാണ് കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.